നമസ്കാരമുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കൃത്യം 10 മിനിറ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. പ്ലീസ് ബി ഓപ്പൺ. കൃത്യം ഒരു 50 മിനിറ്റ് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് ആവുന്നുള്ളൂ കേട്ടോ. 1 മണിക്കൂർ അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്തിൽ ഷൈൻ ടോൺ ചാക്കോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഇങ്ങനെയാണ്: സ്തുതി എന്ന് പറഞ്ഞ് ഒരു തൊഴുകൈയോട് കൂടിയിട്ട് തൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള സൂത്രവാക്യം എന്ന് പറയുന്ന ആ സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സിനിമ ഇദ്ദേഹം പോസ്റ്റ് ചെയ്തതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ സിനിമാ സെറ്റിൽ വെച്ചിട്ടാണ് നമ്മുടെ വിൻസി അലോഷ്യസിനെ നമ്മുടെ ഇദ്ദേഹം, അതായത് ഷൈൻ ടോൺ ചാക്കോ അപമര്യാദയായിട്ട് പെരുമാറിയത്. അതും ചുമ്മാതല്ല അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറയുന്നു. അത് മയക്കുമരുന്ന് കഴിച്ചിട്ടാണ് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറയുന്നു. അത് സൂത്രവാക്യം എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സംഭവിച്ചത്. ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞായിരുന്നു, ഒരു തരത്തിലും ഷൈൻ ടോൺ ചാക്കോ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് ഈ പ്രശ്നങ്ങളൊന്നും ബാധിക്കില്ലെന്ന് മാത്രമല്ല, ഇനിയും അദ്ദേഹത്തിന് സിനിമകൾ കിട്ടും, അദ്ദേഹത്തിന് മുമ്പിലേക്ക് ക്യാമറകൾ വെച്ച് നീട്ടും, അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ ചോദിക്കും, അദ്ദേഹം അഭിപ്രായം പറയുകയും ചെയ്യും. ഇത് പറയാനുള്ള ഒറ്റ കാരണം ഈ വീഡിയോയ്ക്ക് താഴെ വന്ന ചില കമന്റുകളാണ്. ഇദ്ദേഹം കുറ്റക്കാരനാണോ അല്ലേ, ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ, പരാതി കൊടുത്തത് ശരിയാണോ അല്ലയോ എന്നതൊക്കെ പോട്ടെ, സംഗതികളെല്ലാം പോട്ടെ. പക്ഷേ ആ ഒരു പെൺകുട്ടിയോടൊപ്പം നമ്മുടെ പൊതുസമൂഹം നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. 100% വിൻസി അലോഷ്യസ് പറയുന്ന ആ ഒരു പെൺകുട്ടിയോടൊപ്പം ഒരാളും നിൽക്കില്ലെന്ന് നമുക്ക് ഇതിന്റെ കമന്റുകൾ വായിച്ചാൽ മനസ്സിലാവും. 207 കമന്റാണ് ഇതുവരെയായിട്ട് വന്നിട്ടുള്ളത്. ഈ 1 മണിക്കൂറിനുള്ളിൽ കമന്റുകൾ മാത്രമാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. ഇറങ്ങി ഓടിയിട്ട് എവിടെ പോയി എന്ന് തുടങ്ങുന്നുണ്ട് ഇതിന്റെ കമന്റുകൾ. എന്നാൽ അതിന്റെ താഴത്തേക്ക് വരുന്ന സമയത്ത് അണ്ണനാണ് കേരളത്തിലെ ആണുങ്ങളുടെ ഇൻസ്പിറേഷൻ, പൊളിക്കണ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു അയ്യരുടെ കമന്റ് ഉണ്ട്. വേറത്, നല്ലൊരു മാസ്ക് എപ്പോഴും കയ്യിൽ കരുതുക, ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉപകരിക്കും, CCTV ക്യാമറയിൽ പെടാതെ നോക്കണം, ഓട്ടത്തിനെന്നും ഫസ്റ്റ് കിട്ടട്ടെ. തമാശയാണ്. ബിഗ് സല്യൂട്ട് വിൻസി മിടുക്കി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകളൊക്കെ കമന്റ് അടിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ താഴത്ത്, മാപ്രകൾ നിങ്ങളെയും തിരഞ്ഞു, ഹോട്ടലിൽ സ്വിമ്മിംഗ് പൂൾ വെള്ളം മൊത്തം വറ്റിച്ച് അവിടെ കാത്തു കിടക്കുകയാണ്. അതിന്റെ താഴത്ത്, പടം നല്ലതാണെങ്കിൽ എല്ലാവരും കാണും, വിജയിക്കും തീർച്ച, കയ്യിലിപ്പ് മോശമാണെങ്കിൽ അതും ജനങ്ങൾ കാണും, വിലയിരുത്തും. ഹേ അമ്മേ, കേരള പൗലോസിന്റെ തലയിൽ മറ്റൊരു പൊൻതൂവൽ കൂടി. കാട്ടിക്കുട്ടിയത് മുഴുവനും സിനിമയുടെ പ്രൊമോഷൻ ആയിരുന്നു എന്ന് വേറൊരാളുടെ സംശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് നോക്കുന്ന സമയത്ത് എവിടെയാണ് ചേട്ടാ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, എല്ലാ ദേശങ്ങളും മൂഞ്ചും, പ്രൊമോഷൻ ആണെന്നറിയാതെ ചെന്ന് കയറിക്കൂട് എന്ന് പറഞ്ഞിട്ട് വേറൊരാളാണ്. എന്തായാലും ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒട്ടുമിക്ക പോസ്റ്റുകൾ ഇങ്ങനെ കാണുന്നത്. ഇനി അറിയേണ്ടത്, ഇത് വിൻസി അലോഷ്യസ് അടക്കമുള്ള ആളുകൾ ചെന്നുണ്ടാക്കിയ പ്രൊമോഷൻ ആയിരുന്നു. ഈ ഒരു സിനിമ ആരും അറിയാതെ പോകേണ്ടിയിരുന്ന ഈ ഒരു സിനിമ നാട്ടുകാരുടെ മുമ്പിലേക്ക് എത്താനുള്ള ഒരു ശ്രമമായിരുന്നു. IME കേസ് കൊടുക്കാൻ പോകുന്നു. എന്തൊക്കെ തന്നെയായാലും ഇവര് ആ ഒരു അന്വേഷണ കമ്മീഷന് മുമ്പാകെ ഒരു പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ, പരാതിയും മൊഴിയും കൊടുത്തിട്ടില്ലെങ്കിൽ കേസൊക്കെ വളരെ ഈസി ആയിട്ട് തള്ളിപ്പോകും. ഷൈൻ ടോൺ ചാക്കോ ഈസി ആയിട്ട് ഇനിയും അവിടെ ഓടിയും ചാടിയും മൊബൈൽ മേലെ കെറിഞ്ഞും കളിക്കുന്നുണ്ടായിരിക്കും. ബൈ. ഒരു കാര്യം പറയാൻ പോകുന്ന വഴി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് നമ്മുടെ വിൻസി അലോഷ്യസിന്റെ ഈ വെളിപ്പെടുത്തലുണ്ടല്ലോ, താൻ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ വെളിപ്പെടുത്തലുകൾ, ആ വെളിപ്പെടുത്തൽ മുഴുവൻ തൻ്റെ ഇൻസ്റ്റയുടെ സ്റ്റോറിയാക്കി മാറ്റിയിട്ടുണ്ട് ഷൈൻ ടോൺ ചാക്കോ. ഈ വെളിപ്പെടുത്തൽ മുഴുവൻ ഒരല്പസ്വല്പം പച്ചവെള്ളം ചോറൊക്കെ തിന്നുന്ന ഒരുത്തൻ ആണെങ്കിൽ അവന് മനസ്സിലാവും ഇത് തനിക്കെതിരെയാണെന്ന്. എന്നാൽ ഇത് തനിക്കെതിരെയല്ല എന്ന് ഷൈൻ ടോൺ ചാക്കോന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സ്റ്റോറി ഇദ്ദേഹം എടുത്തിട്ടിരിക്കുന്നത്. വിൻസി അലോഷ്യസിനൊപ്പം എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്റ്റോറി എടുത്ത്. പിന്നെ ഇവർ അയൽവാസികളാണല്ലോ, രണ്ടുപേരും പൊന്നാനിക്കാരാണ്, നല്ലപോലെ കുടുംബങ്ങൾ തമ്മിൽ നല്ലപോലെ അറിയുകയും ചെയ്യാം. ഈ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇതൊരു സിനിമ പ്രൊമോഷൻ ആയിരുന്നു. ബൈ.